പഴയ ആളുകളെ കണ്ട മനസ്സിലായില്ല. ഒന്നാമത്തേന് ഫിസിക്കൽ സ്റ്റേജ് നമുക്ക് ഒരുപാടുണ്ട്. അതൊക്കെ പ്രായത്തിൻ്റെ ഇപ്പോൾ പലരെയും കണ്ടിട്ട് ഇപ്പോഴാണ് അധികം അന്ന് പഠിപ്പിച്ചത്. വേറെ പ്രത്യേകത ഞാൻ കണ്ടത് ഇത്രയും വയസ്സന്മാരുടെ ഇടയ്ക്ക് 3-4 പേര് മാത്രം ചെറുപ്പക്കാരുള്ളൂ. അതിനോടെയൊക്കെ നല്ല കറുത്ത ബാക്കിയെല്ലാം ആ വയസ്സിൻ്റെ എല്ലാവരും പിന്നെ എല്ലാവരും നല്ല പൊസിഷനിലാണെന്ന് അറിഞ്ഞതിലും വളരെ സന്തോഷമാണ്. ഇങ്ങനെ ഒരു അധ്യാപകനുണ്ട്. ഒരു അധ്യാപകൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണെന്നാണ് പറയാറുണ്ട്. അസറ്റ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ എങ്ങനെ മുമ്പോട്ട് പോയി ഏത് നിലയിലെത്തി നല്ല ജീവിത മൂല്യങ്ങളൊക്കെ അവർ സൂക്ഷിക്കുന്നുണ്ടോ അതാണ് ഏറ്റവും വലുത്. അങ്ങനെ നല്ല പൗരന്മാരായിട്ടും നല്ല ആളുകളായിട്ട് നിങ്ങളെല്ലാം കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും ഏതാണ്ട് ഗ്രാൻഡ് പാരൻസ് ആണല്ലോ. വിദ്യാർത്ഥി എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും ഗ്രാൻഡ് പാരൻസ്. അപ്പോൾ അതിനൊരു മൂത്ത ഒരു ഗ്രാൻഡ് പാരൻ്റ് ഞാൻ എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. പിന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാനായിട്ട് വളരെ മെനക്കെട്ട വിക്ടറാണ്. എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. ഞാൻ പറഞ്ഞതിന് വരാൻ സാധിച്ചത് സന്തോഷം. പിന്നെ ഞാനൊരു ബുക്ക് ഈയിടെ ഇറക്കി. ഞാൻ പല 300 ചെല്ലാനം എൻ്റെ കുട്ടികൾക്ക് ഞാൻ ലെറ്റർ എഴുതി. മോർ ദാൻ 300 പേഴ്സണലായിട്ട് ഞാൻ എഴുതി. അതായത് നിങ്ങൾ പാസ്സായി കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെ എത്തി, നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ, എവിടെയൊക്കെയാണ് ജോലി എന്നൊക്കെ ഉള്ളതിനെ പറ്റി ഒരു ബ്രീഫായിട്ട് എഴുതിത്തരാൻ പറഞ്ഞു. അതിൽ 78 പേര് എഴുതുന്നു. ബാക്കി ചിലർക്കൊക്കെ മടിയാണ് എഴുതാൻ, ചിലർക്ക് വളരെ മടി, എഴുതിത്തരാൻ തന്നെ വളരെ പ്രയാസം. അവർക്ക് വളരെ മടി, എഴുതിത്തരാൻ വളരെ മടി, ചിലർക്ക് എഴുതാൻ അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞു. അതായത് 78 പേര് ഇംഗ്ലീഷിലും ചിലർ മലയാളത്തിലും എല്ലാം എഴുതുന്നു. അത് മുഴുവനും കൂടെ ക്രോഡീകരിച്ച് ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് ഏപ്രിൽ 15-ാം തീയതി ഒരു ഫംഗ്ഷൻ നടത്തി. അതിൽ നല്ല പ്രഗത്ഭനായ പലരും വന്നിരുന്നു. എറണാകുളത്തെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എല്ലാവരും മിക്കവാറും എല്ലാം വന്നിരുന്നു. പിന്നെ അവർക്ക് എല്ലാവർക്കും ഓരോ കോപ്പി ഞാൻ ഫ്രീ കൊടുത്തു. കംപ്ലീറ്റ് ചിലവ് ഞാനാണ് എടുത്ത് കംപ്ലീറ്റ് എല്ലാവർക്കും ഓരോ കോപ്പി കൊടുത്ത് എല്ലാവർക്കും വളരെ സന്തോഷമായി. ആ ബുക്ക് അങ്ങനെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അവിടെ വെച്ച്. അത് വലിയൊരു നേട്ടമായിരുന്നു. വെച്ചാൽ സാധാരണ പാസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വിവരവും ഇല്ല അതിനെപ്പറ്റി. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, അങ്ങനെ പാസ്സായി പോകുന്നവർ ഇനി എന്ത് ചെയ്തു എന്നൊന്നും അറിയണ്ടേ. കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എവിടെയാണെന്നൊന്നും പറഞ്ഞുകൂടാ. അങ്ങനെ കുറേ പേരെ കോൺടാക്ട് ചെയ്ത് അത്രയും കിട്ടിയതെല്ലാം ഞാൻ ചേർത്ത് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ഒരുപാട് ദിവസത്തെ പണിയായിരുന്നു. ഞാൻ ഒരു ബാച്ചിന് BA-ക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് അവരും കോപ്പറേറ്റ് ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടെ കോപ്പറേറ്റ് ചെയ്ത് പിന്നെ MCOM പഠിപ്പിച്ചവർ കോപ്പറേറ്റ് ചെയ്ത് അങ്ങനെ പലരും കോപ്പറേറ്റ് ചെയ്ത് നല്ലൊരു സംരംഭമായിട്ട് അവിടെ വെച്ച് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഭാരത് ടൂറിസ്റ്റ് ഹോമിൻ്റെ ഓണറെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഗോവിന്ദറാവു ആണ് അത് ഫംഗ്ഷൻ എല്ലാം അറേഞ്ച് ചെയ്തു തന്നു. ഒരുപാട് സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു. വളരെ നന്നായിട്ട് അവിടെ ആദ്യത്തെ കോപ്പി ഫസ്റ്റ് ബാച്ചിൽ ഞാൻ പഠിപ്പിച്ച പങ്കജാഷൻ എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് SRM പങ്കജാഷൻ. ആ പങ്കജാഷനാണ് ആ ബുക്കിൻ്റെ ഫസ്റ്റ് കോപ്പി പങ്കജാഷന് കൊടുത്ത് റിലീസ് ചെയ്തത്. പങ്കജാഷനെ പറ്റി പറയുകയാണെങ്കിൽ പങ്കജാഷന് ഒരു കൊല്ലം എക്സംഷൻ കിട്ടി CAക്ക്. അങ്ങനെ പഠിച്ച് വളരെ മിടുക്കനായിട്ട് വന്ന് ഇപ്പോൾ 50 കൊല്ലം പ്രാക്ടീസ് കഴിഞ്ഞു. എന്നിട്ട് ഇരിക്കുന്നതാണ്ട് പങ്കജാഷന് കൊടുത്ത് ഗോവിന്ദറാവിനെ കൊടുത്ത് കോപ്പി കൊടുത്തത് റിലീസ് ചെയ്തു. അങ്ങനെ ഒരു മേജർ ആക്ടിവിറ്റി കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ സ്വസ്ഥമായി. ഇനി എന്നെക്കൊണ്ട് ഇങ്ങനത്തെ പറ്റിയത് ഇനി ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അങ്ങനെ ഏതായാലും എല്ലാവരും കൊണ്ട് സന്തോഷമായി. നിങ്ങളുടെ ഒന്നും അഡ്രസ് ഇല്ലാതെ പോയി. എല്ലാവർക്കും ഞാൻ കോൺടാക്ട് ചെയ്ത് വലിയ പാടായി. പഴയ ആളുകളുടെ അഡ്രസ്സ് കിട്ടാൻ. അറിയാവുന്നവരുടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോൺടാക്ട് ചെയ്ത് എല്ലാം ചെയ്തു. അങ്ങനെ എല്ലാവരും പിന്നെ നിങ്ങളെല്ലാം ഇവിടെ വന്നതിലും എന്നെ ഇത്തിരി ആദരിച്ച് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഓരോരുത്തരോടും പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ വീണ്ടും അനുഗ്രഹിക്കട്ടെ. സാറ് പറഞ്ഞ പോയിന്റ് ഇപ്പോൾ ഈ പഴയ മാഷം ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ സാറിനെ കാണുമ്പോൾ റെസ്പെക്റ്റ് ഉണ്ട്. അങ്ങനത്തെ ഒരു പഴയ നമ്മളെ പഠിപ്പിച്ച മാഷന്മാരെന്ന് പറഞ്ഞൊരു ഒരു സാറന്മാരെന്നല്ല ഇപ്പോഴത്തെ ആ കുട്ടികൾക്കൊന്നും ആ ഒരു ഒന്നാമത് മാഷന്മാരെ കണ്ടാൽ അറിയില്ല. പുറത്ത് കയറ്റാൻ നടക്കണം. പല സ്കൂളിലും കോളേജിൽ പോയാൽ മാഷന്മാരെ തിരിച്ചറിയാൻ പറ്റും. അതൊരു വേറൊരു ഫാക്ടറാണ്. ആ ഒരു പഴയ ഒരു ഗുരുനാഥൻ എന്നുള്ള ആ ഒരു ഇത് ഇല്ല. സാറൊരു പഴയ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് സാറ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് 2 വേണം. അന്ന് കൃഷ്ണകുമാർ ക്ലാസ്സിൽ കയറിയിട്ടില്ല.
അല്ല വിക്ടർ ക്ലാസ്സിൽ ഇരുന്നാലല്ലേ ക്ലാസ് ഉണ്ടോന്ന് അറിയാൻ പറ്റും. ലിഫോ മെത്തേഡ് അതെനിക്ക് ഓർമ്മയുണ്ട്. എളുപ്പമുള്ള ഭാഗം മീൻ മോഡ് മീഡിയം, അത് എല്ലാവർക്കും പിടികിട്ടും. അതിൽ ഏറ്റവും പ്രശ്നമുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കോറിലേഷൻ. ഫോർമുല തന്നെ എത്രയുണ്ട്, അത് കഴിഞ്ഞ് കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, അതും കൂടെ വരുമ്പോൾ ആകപ്പാടെ കുറയും. പിന്നെ ഈ കോറിലേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ആൻസർ എപ്പോഴും 0.1 അല്ലെ അതിലായിരിക്കും ആൻസർ വരുന്നത്. ഇത് കിട്ടില്ല പലർക്കും. അത് വരുമ്പോഴത്തേക്ക് എക്സാമിനേഷൻ അവളെ ഇരുന്ന് വേർത്ത് കുളിക്കാൻ തുടങ്ങും. അല്ല ആ സമയത്ത് ഒരു ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളിൽ അങ്ങനെ ഒരു രസമായിരുന്നു അത്. അപ്പൊ സാർക്ക് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ? എനിക്കൊരു താല്പര്യമുണ്ടായിരുന്നു. പിന്നെ വേറൊരു തമാശ എന്താണെന്ന് വെച്ചാൽ ഈ പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിക്കുമ്പോൾ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാലാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ നിങ്ങളുടെ ബാച്ചിലല്ല BA ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിന് വേറെ അർത്ഥമുണ്ടോ? അർത്ഥമുണ്ട്, അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒന്ന് രണ്ട് പേര് ചിരിക്കുന്നത് കണ്ടോ, ബാക്കി ആർക്കും ഒന്നും പിടികിട്ടിയില്ല. പിന്നെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അതൊക്കെ പിന്നെ കുറേ കൂടെ പ്രായമാകുമ്പോൾ മനസ്സിലാക്കണം. അങ്ങനെ ആ തമാശകളൊക്കെ കോളേജിലും ലൈഫിലൊക്കെ ഉണ്ടാകും. സ്റ്റഡി ടൂർ പോകാൻ പ്ലാൻ ചെയ്ത സാർ ഹൈദരാബാദിലെ പോയില്ല, നമ്മുടെ കേസിൽ പോയില്ല, നമ്മൾ പ്ലാൻ ചെയ്തു. പിന്നെ ഞാൻ പഠിക്കാനായിട്ട് സാറ് ഒന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രസൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു തിയററ്റിക്കലാണ്. പക്ഷേ പ്രാക്ടിക്കലായി കുറേ ഡിഫറൻസ് വരുന്നു. എന്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫുള്ളി ആവറേജ് എടുത്തല്ല ചെയ്യുന്നത്, ആവറേജ് എടുത്ത് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആക്ച്വലി അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റില്ല. അത് വെച്ച് ആക്ച്വലി ഒരു ടൂളായിട്ട് ഉപയോഗിക്കാൻ പാടില്ലെന്ന് അങ്ങനെ എന്തോ പറഞ്ഞ ഓർമ്മയുണ്ട്. അത്രയൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതിന് വെച്ചാൽ ഈ ആവറേജ് എടുക്കുമ്പോൾ എല്ലാ ഒരു ഞങ്ങളുടെ ഇതിന്റെ വേറൊരു കാര്യം സാറേ, ഞാൻ കോളേജിൽ പോയിട്ട് ഞങ്ങളുടെ ഇതിന്റെ ബാച്ചിന്റെ ലിസ്റ്റ് എടുക്കാൻ കോടതിയിൽ എല്ലാം കോളേജിലാണ് അഡ്മിഷൻ റേസ് കോളേജിലാണെങ്കിൽ ഇത് കിട്ടും. പിന്നെ വേണു ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മൾ വിക്ടറും അങ്ങനെ കുറച്ച് പേര് എടുത്തിട്ടാണ് ഇത്രയും പേരെ ഞങ്ങൾ സംഘടിപ്പിച്ചു. ഫേസ്ബുക്കിൽ ഒരു ഇത് ചെയ്തു. പിന്നെ അല്ലാണ്ടും കണക്ഷൻസ് വെച്ചിട്ട് ഇത്രയും പേരെ മറ്റേതൊന്നും കിട്ടില്ല എന്ന് പറയാം. ഒരു രക്ഷയില്ല. കോളേജിൽ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? ഇപ്പൊ രണ്ടുമുണ്ട്. പെൺകുട്ടികളാണ് മെജോറിറ്റി പെൺകുട്ടികളാണ്. ഇടവഴി പോയാൽ അറിയാം. ആണല്ലേ? ബൈക്കിന്റെ മുകളിൽ പെണ്ണുങ്ങളാണ്. ക്ലാസിന്റെ ഇപ്പുറത്തെ റൂമില്ലേ വേറൊരു പ്രത്യേകത, മിക്ക കോളേജിലും സീറ്റുകൾ വേക്കൻ്റാണ്, ഫുള്ളാകുന്നില്ല. കാരണം പലരും പുറത്തേക്ക് നാട് വിടുക, കാനഡ അവിടെ ഇവിടെയൊക്കെ പോകാനായിട്ട്. പക്ഷെ പോകുന്നവര് രക്ഷപ്പെടുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അവിടുത്തെ അവരിവിടുന്ന് രക്ഷപ്പെട്ടു. കാനഡ മാത്രമല്ല സാറേ, പറ്റുന്നവര് ബോംബെയില്, ഡൽഹിയില്, ലയോളയിലൊക്കെ പോകുന്നവരുണ്ട്. ബികോമിൽ തന്നെ ശ്രീറാം കോളേജില്, അങ്ങനെയുള്ള നല്ല കോളേജസിൽ പോകാനുള്ള ഒരു അഭിരുചിയുള്ള കുട്ടികളുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ നിലവാരം കണ്ടമാനം കുറഞ്ഞു പോയി എന്നുള്ളൊരു പരാതിയുണ്ട്. പിള്ളേരും കുറവാണ്. 3-4 എഞ്ചിനീയറിംഗ് കോളേജ് ക്ലോസ് ചെയ്തു. എല്ലാവരും പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോകണ സാറേ അവിടുത്തെ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഉണ്ടെന്നല്ല, അവർക്ക് അവിടെ പോയിട്ട് കോളേജിലാണെങ്കിൽ ഗേൾസാണ് കൂടുതൽ. സാറേ ഒരു കാര്യം ഒന്ന് അതിന് മുമ്പ് ചോദിച്ചോട്ടെ. നമ്മൾ കാര്യം സാറ് അധ്യാപകനും നമ്മളൊക്കെ വിദ്യാർത്ഥികളും, പക്ഷെ സാറ് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഗ്രാൻഡ് പാരൻസ് ഒക്കെ. അപ്പോൾ ഒരു സന്തോഷത്തിന് ഡ്രിങ്ക് അല്ല സാർ ആണോ കഴിക്കില്ല? അല്ല അല്ല ഒരു വളരെ പറയാനേ പാടില്ലാത്ത നമ്മളിപ്പോ പ്രായത്തിന്റെ ഇതൊക്കെ പോയി നമ്മുടെ വലിയ